So, in last class we have discussed the potentiometer types of potentiometric electrodes. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് പോളറോഗ്രഫിയാണ്. പോളറോഗ്രഫി ഞാൻ സെക്കൻഡ് സെമ്മിൽ നിങ്ങൾക്ക് എടുത്തിട്ടുള്ളതാണ്. ഞാൻ വോയിസ് ഇട്ടിരുന്നു. അതിൻ്റെ നോട്ട് ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വീഡിയോയും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡാണ് പോളറോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നത്. പോളറോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്ത് ഈ യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പോളറോഗ്രഫിയാണ്. അല്ലെങ്കിൽ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡിൻ്റെ വർക്കിംഗ്, ഫങ്ഷൻ, അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ഈ കോ പ്രസിപ്പിറ്റേഷനും പോസ്റ്റ് പ്രസിപ്പിറ്റേഷനും നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, അതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് പോളറോഗ്രഫി നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പോളറോഗ്രഫി നന്നായി പഠിച്ചു പോകണം. ഞാൻ എടുക്കണില്ല എന്നുള്ളത് ഞാൻ സെക്കൻഡ് സെമ്മിൽ അതേ ടോപ്പിക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇനിയിപ്പോൾ അതിൽ നമ്മൾ കവർ ചെയ്യാത്തൊരു കാര്യം ഇതിൽ വരുന്നുണ്ട്. അതായത് സ്കാനിങ് ലിമിറ്റ് കൂട്ടാനായിട്ട്, അതായത് സാധാരണ പോളറോഗ്രഫിയിൽ നമുക്കൊരു 10⁻⁻5 മോളാർ വരെയുള്ള കോൺസെൻട്രേഷൻസ്. അപ്പം സാധാരണ പോളറോഗ്രഫി ചെയ്യുന്നത് കുറച്ച് കോൺസെൻട്രേഷൻ കുറവുള്ള സൊല്യൂഷൻസിൽ ആണ് നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളറോഗ്രഫി ചെയ്യുന്നത്. അപ്പോൾ പോളറോഗ്രഫിയിൽ പിന്നെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പിന്നെ മൈക്രോ ഇലക്ട്രോഡാണ്. അപ്പോൾ അതിൻ്റെ മൈക്രോ ഇലക്ട്രോഡ്സിൻ്റെ സ്കാനിങ് ലിമിറ്റ്, കോൺസെൻട്രേഷൻ ലിമിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് മെത്തേഡ്സ് ആണ് ഞാൻ ഇപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജനറലായിട്ട് ആദ്യം എന്താ പോളറോഗ്രഫി, എന്താ മൈക്രോ ഇലക്ട്രോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ആ ലിമിറ്റ്, കോൺസെൻട്രേഷൻ ലിമിറ്റ് അല്ലെങ്കിൽ സ്കാനിങ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള മെത്തേഡ്സ്, അതായത് അഡ്വാൻസ്ഡ് പോളറോഗ്രാഫിക് മെത്തേഡ്സ് ആണ് നമ്മൾ പിന്നെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മൈക്രോ ഇലക്ട്രോഡ്സ് ആർ ഇലക്ട്രോഡ്സ് വിത്ത് ടിപ്പ് ഏരിയാസ് ഓഫ് ദ ഓർഡർ ഓഫ് മൈക്രോമീറ്റേഴ്സ് ആണ്. And these tip areas are so small they do not induce significant damage to the sample to be tested. അതാണ് അതിൻ്റെ. അതുകൊണ്ട് നമ്മൾ ഈവൻ സെൽസിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ടൈട്രേഷൻസ് വരെയൊക്കെ നമ്മൾ ഈ പൊട്ടൻഷ്യോമെട്രിക് അല്ല പോളറോഗ്രഫി ടൈട്രേഷൻസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോളറോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് വോൾട്ടാമെട്രി. And in this we are studying the current voltage relationships which are obtained with electrolytic cell in which one of the electrode is a microelectrode. The microelectrodes in the advantages in that fast mass flux, short response time, significantly enhanced IF by IC ratio, high temporal and spatial resolution, measurements in extremely small environments, measurement in highly resistive medium. നല്ല റെസിസ്റ്റൻസ് ഉള്ള മീഡിയത്തിലൊക്കെ മെഷർ ചെയ്യാനും, എക്സ്ട്രീംലി സ്മോൾ എൻവയൺമെന്റ്സ്, ഞാൻ പറഞ്ഞില്ലേ സെല്ലിൻ്റെ അകത്ത് കയറിയിട്ടുള്ള ചെറിയ ടൈട്രേഷൻസ് ഒക്കെ, പോളറോഗ്രാഫിക് ടൈട്രേഷൻസ് ഒക്കെ, പോളറോഗ്രാഫിക് മെഷർമെന്റ്സ് നമുക്ക് ഇതിൽ യൂസ് ചെയ്തിട്ട് പറ്റും മൈക്രോ ഇലക്ട്രോഡ്സ്. ഇനിയിപ്പം ജനറൽ ആയിട്ട് മൈക്രോ ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്താണ് മൈക്രോ ഇലക്ട്രോഡ് എന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓൾസോ വേരിയസ് മൈക്രോ ഇലക്ട്രോഡ്സ് സച്ച് ആസ് റൊട്ടേറ്റിംഗ് പ്ലാറ്റിനം ഇലക്ട്രോഡ്, സ്റ്റേഷനറി നോബിൾ മെറ്റൽ ആൻഡ് സോളിഡ് ഇലക്ട്രോഡ്, ഗോൾഡ്, കാർബൺ, സിലിക്കൺ കാർബൈഡ്, ടങ്സ്റ്റൺ, ഇങ്ങനെയുള്ള noble metal and solid electrodes have been used for obtaining current voltage curve, but most satisfactorily and widely used is in dropping mercury electrode. അതാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോ ഇലക്ട്രോഡ്. അപ്പം ഇത് യൂസ് ചെയ്യാനായിട്ട് പല കാരണങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഇലക്ട്രോഡ് സർഫസ് കണ്ടിന്യൂസ് റിന്യൂവൽ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ പല എറേഴ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സർഫസ് ഏരിയ ഓഫ് ദ ഡ്രോപ്പ് എപ്പോഴും റീപ്രൊഡ്യൂസബിൾ ആണ്. ദർ ഈസ് ലാർജ് ഓവർ വോൾട്ടേജ് ഫോർ ദി ഫോർമേഷൻ ഓഫ് hydrogen and hydrogen ions as a consequence of the reduction of many substances from acidic solutions can be studied without interference. പിന്നെ
new metal surface ആണ് which is continuously regenerated. The behavior of electrode is independent of the past history. നമ്മൾ എന്തെങ്കിലും ഒരു പാസ്റ്റ് എറേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും എന്തിനെ പ്രശ്നമാക്കില്ല, ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡിന്റെ പെർഫോമൻസിന് ഉണ്ടാവില്ല. കാരണം ഓരോ സമയത്തും ഇലക്ട്രോഡ് റീജനറേറ്റ് ചെയ്യാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ റീപ്രൊഡ്യൂസിബിൾ ആവറേജ് കറന്റ്സ് ആർ ഇമ്മീഡിയറ്റ്ലി അച്ചീവ്ഡ് when the applied potential is very small. കുറച്ച് ചെറിയൊരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് റീപ്രൊഡ്യൂസിബിൾ ആയിട്ടുള്ള ഒരു മെഷറബിൾ കറണ്ട് എപ്പോഴും കിട്ടും. ഈ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് ഞാൻ നോട്ടായിട്ട് അതിലിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ടൈപ്സ് ഓഫ് പോളറോഗ്രഫി അടുത്തത്. അതില് ലീനിയർ സ്കാൻ പോളറോഗ്രഫി ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് പോളറോഗ്രഫി, അല്ലെങ്കിൽ വിച്ച് ആർ ദ ടെക്നിക്സ് ഫോർ ഇംപ്രൂവിംഗ്, വാട്ട് ആർ ദ ഇംപ്രൂവ്മെന്റ്സ് ദാറ്റ് ഈസ് ഡൺ for this polarographic technique to improve the detection limit. നമ്മൾ ആ 10⁻⁻⁻ എന്നുള്ള ഡിറ്റക്ഷൻ ലിമിറ്റിൽ നിന്നും കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് മെത്തേഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിലൊന്ന് ലീനിയർ സ്കാൻ പോളറോഗ്രഫി, റാപ്പിഡ് സ്കാൻ പോളറോഗ്രഫി, പൾസ് പോളറോഗ്രഫി. അത് പൾസ് പോളറോഗ്രഫിയിലൊന്ന് നോർമൽ പൾസും ഡിഫറൻഷ്യൽ പൾസും, അങ്ങനെ രണ്ട് തരത്തിലുള്ള പോളറോഗ്രഫി ഉണ്ട്. പിന്നെ സ്ക്വയർ വേവ് ഏകദേശം ഡിഫറൻഷ്യൽ പൾസ് തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളില്ല. പിന്നെ linear scan polarography with the stationary electrodes of constant area, we are using this type of polarography. അപ്പോൾ നമ്മൾ സാധാരണ ഒരു നോർമൽ പോളറോഗ്രഫിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു DC വോൾട്ടേജ് അങ്ങ് അപ്ലൈ ആണ് ചെയ്യുന്നത്. അതിന് പകരം with the stationary electrodes of constant area in unstirred solutions, when a linear voltage scan ഒരു പർട്ടിക്കുലർ ഒരു DC കറണ്ട് കൊടുക്കുന്നതിന് പകരം, DC പൊട്ടൻഷ്യൽ കൊടുക്കുന്നതിന് പകരം we are applying a voltage, linear voltage scan, give rise to a peak shaped polarograph. നമ്മൾ സാധാരണ കിട്ടുന്ന പോളറോഗ്രാഫ് പോലെയല്ല, ഇത് പീക്ക് ഷേപ്ഡ് ആയിരിക്കും. പീക്ക് ഹൈറ്റിനെ ഇതിന്റെ ഈ സ്കാൻ റേറ്റിനെയും അതുപോലെ ഇലക്ട്രോഡ് ആക്റ്റീവ് സ്പീഷീസിന്റെ കോൺസെൻട്രേഷനെയും ഡിപ്പെൻഡ് ചെയ്യും. രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. അതേസമയം ഈ സ്കാനിങ് റേറ്റിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് വോൾട്ടേജ് കർവ് കിട്ടണമെങ്കിൽ വി ഷുഡ് യൂസ് ദ ഇലക്ട്രോഡ് ഈസ് റൊട്ടേറ്റഡ്, the electrode should be rotated or the solution is rapidly stirred, then it will be independent of the scanning rate. അപ്പോൾ ഇതിന്റെ ഈ ഐക്കോവിക് ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. I max is equal to 217 a n 3 raised to 3/2 b raised to 1/2 c b raised to 1/2. ഇതിൽ A എന്ന് പറഞ്ഞാൽ area of the stationary electrode in centimeter square, C is the concentration of electroactive species in moles per liter, D diffusion coefficient in centimeter square per second. N number of electrons transferred at electrode surface, and B is the rate of voltage scanning in volts per second. Solid electrodes made of materials other than mercury retain advantage of high sensitivity for linear scan voltammetry. അപ്പം മെർക്കുറി ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡിനേക്കാളും കൂടുതലായിട്ട് ഈ ലീനിയർ സ്കാൻ വോൾട്ടാമെട്രി സോളിഡ് ഇലക്ട്രോഡ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുക. അതാണ് കുറച്ചുകൂടി ആക്യുറേറ്റ് ആവുക. മോർ ഓവർ ദീസ് ഇലക്ട്രോഡ്സ് അലൗ റിയാക്ഷൻസ് ടു ബി സ്റ്റഡീഡ് അറ്റ് മോർ പോസിറ്റീവ് പൊട്ടൻഷ്യൽസ് ആൻഡ് ദ മെർക്കുറി cannot be used. കുറച്ചും കൂടി പോസിറ്റീവ് പൊട്ടൻഷ്യലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മെർക്കുറി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസ് ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെത്തേഡാണ് ലീനിയർ സ്കാൻ. Electrode material studied using this technique include platinum, gold, graphite, or wax impregnated carbon rods, boron carbide, etc.
and it has a detection limit up to 10 raised to minus 6 molar. കുറച്ചുകൂടി higher detection limit കിട്ടും. ഇനിയും നമ്മൾ ഇംപ്രൂവ്ഡ് ഡിറ്റക്ഷൻ ലിമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റാപ്പിഡ് സ്കാൻ പോളറോഗ്രഫി or oscillographic polarography or DC polarography. The applied potential is swept over a range of perhaps 0.5 volt during lifetime of a single mercury drop. ഒരു മെർക്കുറി ഡ്രോപ്പിന്റെ ലൈഫ് ടൈമിന്റെ ഇടയിൽ നമ്മളൊരു അപ്ലൈഡ് പൊട്ടൻഷ്യല് ഒരു റേഞ്ച് 0.5 വോൾട്ട് 0 to 0.5 വോൾട്ട് റേഞ്ച് ചെയ്യുന്ന ഒരു അപ്ലൈഡ് പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്യാണ്. DC വോൾട്ടേജ് തന്നെയാണ്. The potential is continuously changing because the potential is changing during drop life because drop lifetime in the idail 2 millivolt per second it change. The curve obtained by rapid scan polarography does not resemble conventional polarogram but shows a peak character shape. Mercury drop fall down rhythmically from capillary with the imposed rhythm, while a linear scanning is imposed to the electrode. The obtained polaragram is a wave characterized by strong oscillations due to rhythmic falling of the drop. അപ്പോൾ അവിടെ നമുക്ക് എന്താ വെച്ചാൽ വളരെ നോയ്സ് കൂടുതലായിരിക്കും, സ്ട്രോങ് ഓസിലേഷൻസ്. അതായത് ഈ ഫോൾ ചെയ്യുന്ന മെർക്കുറി ഡ്രോപ്പിന് ഒരു റിതം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും വളരെ ഓസിലേഷൻസ്. അപ്പോൾ അവിടെ സ്ട്രോങ് ഓസിലേഷൻസ് ഉണ്ടാവും. That means a rhythmic interruption of the electric circuit. അതിന്റെ ഡിറ്റക്ഷൻ ലിമിറ്റ് കുറച്ച് കുറവാണ്, 10 raised to minus 5 മോളാർ ആണ്. മറ്റേ മെത്തേഡ് വെച്ച് 10 raised to minus 6 മോളാർ വരെ കിട്ടിയത്. ഇനി അടുത്തത് കാഥോഡ് റേ ഓർ റാപ്പിഡ് ലീനിയർ സ്കാൻ പോളറോഗ്രാഫി. അപ്പൊ ഇതിൽ നോക്കൂ, ലീനിയർ സ്കാൻ റാമ്പ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊട്ടൻഷ്യൽ എങ്ങനെ അപ്ലൈ ചെയ്യണം? ആദ്യം ചെറിയ ആംപ്ലിറ്റ്യൂഡ്, പിന്നെ അതിനേക്കാളും വലിയ ആംപ്ലിറ്റ്യൂഡ്, പിന്നെ അതിനേക്കാളും വലിയ ആംപ്ലിറ്റ്യൂഡ്. എന്നിട്ടൊരു ഡ്രോപ്പിന്റെ ഫോർമേഷന്റെ സമയത്താണ് നമ്മൾ ഇത് ഫുൾ സ്കാനിങ് ചെയ്യണത്. ഒരു ഡ്രോപ്പിന്റെ ഫോർമേഷന്റെ സമയത്താണ് ഇത്രയും ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കൂടി വരുന്ന ഒരു പൾസ് നമ്മൾ ഒരു എന്താണ് സ്കാന് നമ്മൾ ഇതിന് കൊടുക്കണത്. പക്ഷെ നമ്മൾ കറണ്ട് മെഷർ ചെയ്യണത് ആഫ്റ്റർ 40 millisecond current is measured. ആ ലാസ്റ്റ് ടൈമിൽ മാത്രമാണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത്. Cathode ray rapid linear scan polarography. The type of polarography is a very rapid scan form of linear scan polarography. However, the entire voltage sweep is made towards the end of the lifetime of single drop, and current voltage curve is shown on a cathode ray tube. With commercial instrument, rapid scan covering 0.5 volt is applied at last 2 seconds of the growth of the mercury drop. ഓരോ മെർക്കുറി ഡ്രോപ്പിന്റെയും അവസാനത്തെ 2 സെക്കൻഡ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 0.5 വോൾട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ റാപ്പിഡ് സ്കാൻ പോളറോഗ്രഫിയിൽ അല്ല, കാഥോഡ് റേ റാപ്പിഡ് ലീനിയർ സ്കാൻ പോളറോഗ്രഫിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. The charging limit is minimized because the drop area increases slowly towards the end of the life of the mercury drop. The rapid scan gives rise to peak polarogram, the peak height of which is directly proportional to concentration. അപ്പോൾ ഈ കറണ്ട് പൊട്ടൻഷ്യൽ കർവ് നമുക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടുക. അപ്പൊ അവസാനത്തെ 17 millisecond നമ്മൾ കർവ് മെഷർ ചെയ്യുക, അല്ല കറണ്ട് മെഷർ ചെയ്യുക. AC polarography. At low frequency, sinusoidal voltage with a small amplitude is superimposed on DC voltage of DC polarography. DC polarography ന്റെ കൂടെ വളരെ ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള ഒരു സിനുസോയിഡൽ ആയിട്ടുള്ള ഒരു വേവ്, വളരെ ചെറിയ ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു AC വേവ് നമ്മൾ അപ്ലൈ ചെയ്യണം. AC polarography wave was obtained by measuring the branch current of electrolytic cell. The alternating current
Results will be enhanced in the region of a reversible polarographic wave and will give maximum amplitude at half wave potential. For a reversible system, the magnitude of current is greatest when two concentrations are equal, that is at half wave potential. നമ്മളിപ്പോൾ ഈ ഡയഗ്രത്തിൽ നോക്കി അറിയാം, നമ്മളിതാ കണ്ടോ, നമുക്ക് ആ പീക്ക് ഷേപ്ഡ് കിട്ടുന്നുണ്ട്. അതിന് നമ്മൾ കറണ്ട് വോൾട്ടേജ് ഇതായിട്ട് രണ്ടും ഉണ്ട്. നമ്മൾ ഒരേ സമയം സിനുസോയിഡൽ വോൾട്ടേജ് സ്മോൾ ആംപ്ലിറ്റ്യൂഡ് എ സി ദാറ്റ് ഈസ് സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ദ ഡി സി വോൾട്ടേജ് ആണ്. അപ്പൊ ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ എ സിയും ഡി സിയും, മുകളിൽ കാണുന്ന ഡി സി കേട്ടോ, ഫ്ലാറ്റ് ആയിട്ട് പിന്നെ എ സി ഡി സിന്റെ കർവ് നമുക്ക് കിട്ടും ഒരേ സമയത്ത്. അപ്പൊ അതിനെ രണ്ടും കൂടി ഇതാക്കുന്ന ഈ ഹാഫിന് തുല്യമായിട്ടാണ് എ സിയുടെ ആ പീക്ക് വരുന്നത്. ഇത് ഹാഫ് വേവ് പൊട്ടൻഷ്യലിലാണ്. അപ്പൊ അത് നമുക്ക് ഈ ഗ്രാഫിന് കിട്ടും. ഇതിന്റെ സ്കാനിങ് ലിമിറ്റിന്റെ ഡിറ്റക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്, സ്കാനിന്റെ ലിമിറ്റ് 10⁻⁶ to 10⁻⁷ മോളാർ ആണ്. ആൾട്ടർനേറ്റിംഗ് കറന്റ് പോളറോഗ്രഫി ഹാസ് ദ അഡ്വാൻറ്റേജ് ഓഫ് എൻഹാൻസ്ഡ് sensitivity, and in contrast to the polarography permits the ready determination of traces of reducible species in presence of much larger concentration of a substance that give a wave at low potentials. പിന്നെ അടുത്ത മെത്തേഡാണ് പൾസ് പോളറോഗ്രഫി. In this, a sequence of potential steps, അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലീനിയർ സ്കാൻ അല്ല കൊടുക്കുന്നത്. We are providing a sequence of potential step, each with a duration of 50 milliseconds is applied to working electrode. അതിന് രണ്ട് തരത്തിലുള്ള പൾസ് പോളറോഗ്രഫി ഉണ്ട്. നോർമൽ പൾസ് polarography, in which gradual increase in amplitude in the voltage pulse, and differential pulse polarography, and the voltage pulse of constant amplitude superimposed on a slowly increasing voltage. Then upper normal pulse polarography നമ്മൾ നോക്കുകയാണെങ്കിൽ series of pulses of 40 millisecond duration. 40 millisecond എന്ന് പറഞ്ഞാൽ approximately 1/25 second of increasing amplitude. അപ്പോൾ ഓരോന്നിന്റെയും ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കൂടി വരുന്ന പോലെ are applied to successive drops at a pre-selected time. ഏകദേശം ഒരു 60 milliseconds ഡ്രോപ്പ് ഫോം ചെയ്യും നിയർ ദ എൻഡ് ഓഫ് ഈച്ച് ഡ്രോപ്പ് ലൈഫ് ടൈം. ഒരു 60 millisecond എൻഡ് ആവണേന്റെ ഒരു 50 millisecond മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള അപ്പൊ 40 millisecond കണ്ടോ സമയത്താണ്. അപ്പൊ അതിന്റെ ഇടയിലുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെ ഗ്യാപ്പുകൾ ഉണ്ടല്ലോ, ഇതിന്റെ ആ ഗ്യാപ്പ് ഒരു 2 second അത് നമുക്ക് ഡ്രോപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്ത ഡ്രോപ്പ് ഫോം ചെയ്യാനുള്ള ഒരു സമയമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രോപ്പ് ഫോം ചെയ്തതിന് ശേഷം ഒരു 60 millisecond അത് ഡ്രോപ്പ് ഡൈ ആവണേന്റെ ഒരു 50 millisecond 60 millisecond മുമ്പായിട്ടാണ് നമ്മൾ ഈ പൊട്ടൻഷ്യൽ പൾസ് അപ്ലൈ ചെയ്യുന്നത്. Each drop from 2 seconds after each potential step, the charging current IC decays to negligible value. Current അപ്പോൾ ഓരോ പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് കഴിയുമ്പോഴും കറണ്ട് നെഗ്ലിജിബിൾ ആവും. Current I is measured during 20 millisecond of second half of pulse and IC is quite small. അപ്പൊ സെക്കൻഡ് ഹാഫ് ഓഫ് ദ പൾസിന്റെ 20 millisecond-ലാണ്, അതായത് ആ സമയത്ത് നമുക്ക് IC വളരെ കുറവായിരിക്കും. പിന്നെ ഇതിന് നല്ല ഡിറ്റക്ഷൻ ലിമിറ്റ് ആണ് 10⁻⁸ മോളാറാണ്. ഇനി ഡിഫറൻഷ്യൽ പൾസ് പോളറോഗ്രഫി സ്ക്വയർ വേവ് പോളറോഗ്രഫി ഏകദേശം തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എ ടെക്നിക് ദാറ്റ് യൂസസ് എ സീരീസ് ഓഫ് ഡിസ്ക്രീറ്റ് പൊട്ടൻഷ്യൽ സ്റ്റെപ്സ് റാദർ ദാൻ ലീനിയർ പൊട്ടൻഷ്യൽ റാമ്പ്. ലീനിയർ പൊട്ടൻഷ്യൽ സ്കാനിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വി ആർ യൂസിങ് ഡിസ്ക്രീറ്റ് പൊട്ടൻഷ്യൽ സ്റ്റെപ്സ്. പക്ഷേ ഈ പൊട്ടൻഷ്യൽ സ്റ്റെപ്സിനൊക്കെ
ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ സ്റ്റെപ്സും ഒരേ ആംപ്ലിറ്റ്യൂഡിലാണ്. Many of the experimental parameters of differential pulse polarography are the same as that of normal pulse polarography. For example, accurately timed drop lifetimes, potential step setup duration 50 to 100 microsecond at end of the end of drop lifetime. Unlike normal pulse polarography, however, each potential step has the same amplitude and return potential after each pulse is slightly negative of the potential prior to the step. ഇത് ആണ് ഒരു ഇതിൽ ഓരോ പിന്നെ ആംപ്ലിറ്റ്യൂഡ് അത് ഓരോ പൾസിന് ശേഷവും ഒരു നെഗറ്റീവ് കണ്ടില്ലേ, അത് ഓരോ പൾസിലും ഓരോ ഇതിലും നമ്മൾക്ക് ആ നെഗറ്റീവ് ഇതിലിപ്പോ നോക്കൂ, potential pulse of amplitude 50 to 100 MV applied during 57 millisecond of mercury drop. Mercury drop ഡൈ ഔട്ട് ചെയ്യുന്നതിന്റെ 57 millisecond microsecond മുമ്പാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇൻ ദിസ് മാനർ ദ ടോട്ടൽ വേവ് ഫോം അപ്ലൈഡ് ടു DMA is very much like a combination of a linear ramp with a superimposed square wave. Differential pulse polarigram is obtained by measuring the current immediately before the potential step and then again just before the end of the drop lifetime. The analytical current in this case is difference between the current at the end of the step and current before the step. The differential current is then plotted versus the average potential to obtain differential pulse polarigram. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഡിഫറൻഷ്യൽ കറണ്ട് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഓഫ് ദി സിഗ്മോയിഡൽ നോർമൽ പൾസ് പോളറോഗ്രാം. അതായത് നോർമൽ പൾസ് പോളറോഗ്രാമിനെ പലതരത്തിലും ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻഷ്യൽ സിഗ്മോയിഡൽ നോർമൽ അതിന്റെ ഒരു എന്താണ് പലതിനോടും സാമ്യമുണ്ട്. ആസ് എ റിസൾട്ട് ദ ഡിഫറൻഷ്യൽ പൾസ് പോളറോഗ്രാം ഈസ് പീക്ക് ഷേപ്ഡ് ആണ് നമുക്ക് കിട്ടുക. Differential pulse polarography has even better ability to discriminate against captive current because it measures the difference in current, helping to subtract any captive current that remains prior to each step. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ പൾസ് പോളറോഗ്രഫിയുടെ ഒരു പീക്ക്. ഇവിടെ എന്താന്ന് വെച്ചാല് രണ്ട് S1ഉം S2 ഉണ്ട്, രണ്ട് മെഷർമെന്റ്സ് ഉണ്ട്. സാധാരണ പൾസ് പോളറോഗ്രഫിന്ന് ഇതിനുള്ള രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ഉള്ളതാണ് കൊടുക്കുന്ന ഒരു വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് വി ആർ ഡബിൾ മെഷറിംഗ് 2 times. അതായത് ഡ്രോപ്പിന്റെ ആദ്യത്തെ പ്രിയർ ടു ദി ഫോർമേഷൻ ഓഫ് ഡ്രോപ്പ് ഒരു 16.2 മൈക്രോസെക്കൻഡ് മുമ്പ് നമ്മളൊരു മെഷർമെന്റ് കറണ്ട് എടുക്കും. രണ്ടാമത് 16.7 മൈക്രോസെക്കൻഡ് at the end of the pulse. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ ഡെൽറ്റ ഐ എന്ന് പറയുന്നത്. We are plotting delta against potential and we get a peak, and this peak corresponds to the half wave potential. And this half wave നമുക്കറിയാം half wave potential is proportional to concentration. ഇതിന്റെ പീക്ക് ഇങ്ങനെയാണ് വരിക. ഓരോ ഡ്രോപ്പ് ടൈമിലും നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിലുള്ളത് പീക്ക് ടൈം ആണ്, ഡ്രോപ്പ് ടൈം ആണ്. Amplitude will be same in each pulse. Mercury drop detached which increases slowly in usual manner in negative direction. Advantage എന്ന് പറയുന്നത് individual peak maxima can be observed for substances with half wave potential differing by as little as 0.04 to 0.05 volt. വളരെ കുറഞ്ഞ വ്യത്യാസം ഹാഫ് വേവ് പൊട്ടൻഷ്യലിലുള്ള അയോൺസിനെ പോലും മെറ്റൽ അയോൺസിനെ ആയാലും അങ്ങനെയുള്ള സബ്സ്റ്റൻസസിനെ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു പോളറോഗ്രഫിയിൽ നമുക്കൊരു 0.2 വോൾട്ട് ഒക്കെ വ്യത്യാസമുള്ള പിന്നെന്ത് EMF പിന്നെ ഈ ഹാഫ്
ഹാഫ് വേവ് പൊട്ടൻഷ്യലിൽ 0.2 വോൾട്ട് കൂടുതലുള്ളതിനെ മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഡിറ്റക്ഷൻ ലിമിറ്റ് ഒരു 10⁻⁻7 to 10⁻⁻8 മോളാറുള്ള അത്രയും ലിമിറ്റിന്റെ ഡിറ്റക്ഷൻ ലിമിറ്റ് ഇതിനുണ്ട്. ഇതിൽ 0.05 to 0.054 to 0.5 വോൾട്ട് ഡിഫർ ചെയ്യുന്നവരെ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് 4 തരത്തിലുള്ള പോളറോഗ്രഫി. AC, പിന്നെ അതുപോലെ പൾസ്, റാപ്പിഡ് സ്കാൻ, പൾസ്, പിന്നെ സ്ക്വയർ വേവ് പോളറോഗ്രഫി. അപ്പോൾ താങ്ക് യു. പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.